ഹേയ് ഗായ്, സോ ഇന്ന് നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ നല്ലൊരു അടിപൊളി അമേരിക്കൻ ചോപ്സി ട്രൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ അരിഞ്ഞു വെക്കുക. ആൻഡ് ബീൻസ് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ മല്ലിയിലേൻ്റെ തണ്ട് മാത്രം കേട്ടോ. പിന്നെ ക്യാപ്സിക്കം 1, പിന്നെ വെളുത്തുള്ളി ഏകദേശം ഒരു 6-7 അല്ലി അത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ചിക്കൻ നല്ല കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചത് എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ്. പിന്നെ അത് കൂടാണ്ട് അതിൻ്റെ സ്റ്റോക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് നമ്മൾ ചിക്കന് വേവിച്ച വെള്ളം. ഓക്കെ. ആൻഡ് 1 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സോസാണ് എടുത്തിട്ടുള്ളത്, നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതാ 2 നൂഡിൽസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയോ ഇഷ്ടമുള്ള ടൈപ്പോ നിങ്ങൾക്ക് എടുക്കുക, അത് പ്രശ്നമില്ല. അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളത്തിലിട്ടിട്ട് ആ ഒരു നൂഡിൽസിനെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. വേവിച്ച് വെച്ച നൂഡിൽസ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ ഒരു പാത്രത്തിൽ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു നൂഡിൽസിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പൊരിച്ചെടുക്കണം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ആൻഡ് അതിലേക്ക് കുറച്ച് എമൗണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു നൂഡിൽസിനെ നല്ലോണം പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ അതുവരെ നമ്മൾ കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഓക്കെ. സോ അതങ്ങനെയാണെങ്കിൽ അവിടെ സൈഡിലിരുന്ന് പൊരിഞ്ഞോട്ടെ. നമുക്ക് കുറച്ച് പണി വേറെ വരുന്നുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ നല്ലോണം ഒന്ന് ഓയിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റും ക്യാബേജും ബീൻസും മല്ലിയിലേൻ്റെ തണ്ടും ക്യാപ്സിക്കും വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ട് നല്ലോണം നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അമേരിക്കൻ ചോപ്സ് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവണയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആകെ എക്സ്ട്രാ വാങ്ങേണ്ടി വരിക എന്ന് പറയുമ്പോൾ സോസാണ്, അതായത് ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്. പക്ഷേ ഇതൊക്കെ ഒരു പ്രാവശ്യം വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു അമേരിക്കൻ ചോപ്സി 10 പ്രാവശ്യം ഉണ്ടാക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകും. സോ ഒരു പ്രാവശ്യം വാങ്ങിയാൽ തന്നെ നമുക്ക് കുറേ പ്രാവശ്യം ഇത് ഉണ്ടാക്കാം കേട്ടോ. ആൻഡ് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് നമ്മൾ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വേവിച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതായത് ചിക്കൻ സ്റ്റോക്ക്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ആ ഒരു വെള്ളത്തിൽ വന്നിട്ട് വേണം നമ്മുടെ വെജിറ്റബിൾസ് നല്ലോണം ഒന്ന് കുക്കാവാനായിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ മീൻ വൈൽ ടൈമിൽ നമ്മുടെ നൂഡിൽസ് ഇതുപോലെ നല്ല പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു, മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ മിക്സിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിനല്ലോ, അതായത് വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ പീസ് ഉണ്ടേനോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് തന്നെയായിട്ട് നമുക്ക് കുറച്ച് എമൗണ്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ആഡ് ചെയ്യുന്നത് 1.5 സ്പൂൺ നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പ്, 1/2 സ്പൂണ് സോയാ സോസും 1 സ്പൂണ് ഗ്രീൻ ചില്ലി സോസും ആട്ടോ. ഇത്രയും സോസും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസിനെയും കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കായിട്ടൊന്ന് സെറ്റ് ആവട്ടെ, അവിടെ ഇരിക്കട്ടെ. നമ്മൾ തൊട്ടപ്പുറത്ത് നമ്മൾ പാന് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് എമൗണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. കാരണം അമേരിക്കൻ ചോപ്സിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമുക്കൊരു ബുൾസൈ വേണം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണി പൊട്ടാണ്ട് നമ്മൾ എന്താ പറയുക ബുൾസൈ ഉണ്ടാക്കുക എന്നുള്ളതേനു. പക്ഷേ അത് അമ്മ സെറ്റാക്കിയിട്ട് ഉണ്ടാക്കി തന്നപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലേനു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബുൾസൈ ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ അങ്ങനെ ഏകദേശം കുറച്ച് ടൈമിന് ശേഷം നമ്മളുടെ വെജിറ്റബിൾസ് മിക്സ് കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വെജീസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓവർ കുക്ക് ആവരുത്. ഓവർ കുക്കായിട്ട് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ അങ്ങനെ അലിഞ്ഞു പോണ ഒരു പരുവത്തിലേക്ക് എത്തരുത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മളുടെ നൂഡിൽസും ഏകദേശം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ നൂഡിൽസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഒന്ന് പൊടിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ഒന്ന് ക്രഷ് ചെയ്യുക, കൈകൊണ്ട് തന്നെ ചെയ്താൽ മതി. ഇനിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്റ്റെപ്പ് വരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ സെർവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പ്ലേറ്റ് ഒന്ന് സെറ്റാക്കുക. പിന്നെ ഇത് കംപ്ലീറ്റ് അമ്മയാണ് ഉണ്ടാക്കിയത്, ഞാനിങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സാധനം ആദ്യം ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റിൻ്റെ ബേസിലായിട്ട് നമ്മളെ നൂഡിൽസ് ഒന്ന് പൊരിച്ചെടുത്ത നൂഡിൽസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് വെജിറ്റബിൾസ് മിക്സ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും മുകളിലത്തെ ലെയറിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബുൾസൈ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കിടിലൻ അമേരിക്കൻ ചോപ്സി റെഡി ആയിട്ടുണ്ട്. ഇത് വീട്ടിലെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ഭയങ്കര അടിപൊളിയാട്ടോ. പിന്നെ
അത് കൂടാണ്ട് ഇതൊക്കെ നമുക്ക് ഈസിലി വീട്ടിൽ അവൈലബിൾ ആവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ആർക്കും ഉണ്ടാക്കി വെക്കാം. കാരണം ഇതിൻ്റെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളാണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയൊരു പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ രാവിലെയൊക്കെ ഇതാണ് ഉണ്ടാക്കി കഴിക്കുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ഫില്ലിംഗ് ആട്ടോ. നമുക്ക് നല്ല വിശപ്പൊന്നും പിന്നെ തോന്നത്തില്ല. കാരണം അത്രയും എമൗണ്ട് ഓഫ് സാധനങ്ങൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ ബേസിക്കലി അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ആൻഡ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച്.